ഹായ്, again I am back with the use of with. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രൊപ്പോസിഷൻ ആണ് എന്ത്, വിത്ത് എന്ന് പറയുന്നത് അല്ലെ. ഇതിനൊന്നും ഒരുപാട് യൂസുകളൊന്നുമില്ല, വളരെ കുറച്ച് യൂസുകളുള്ളൂ. പക്ഷെ എല്ലാ യൂസുകളും വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും, എപ്പോഴും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. നോക്കാം. യൂസ് ഓഫ് വിത്ത്. ആക്ഷൻ ഡൺ വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻസ്ട്രുമെന്റ്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയാൻ. ഏതെങ്കിലും ഒരു സാധനം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടാണോ അത് ചെയ്തത് എന്ന് പറയാം അല്ലെ. ഒരു സാധനം കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് പറയാം. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഹി കട്ട് ദ ട്രീ വിത്ത് ആൻ ആക്സ്. എന്താണ് ഹി കട്ട് ദ ട്രീ വിത്ത് ആൻ ആക്സ്? എന്തുപയോഗിച്ചിട്ടാണ്, എന്തുകൊണ്ടാണ്? കൊണ്ട് എന്ന് പറയുന്ന ഒരു അർത്ഥം കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ് കൊണ്ട് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിനായിരിക്കും. എന്താണ് മക്കളെ, ആക്സ് കൊണ്ടാണ് ആ മരം അവൻ കട്ട് ചെയ്തത്. ദെൻ ഷീ കട്ട് വെജിറ്റബിൾസ് വിത്ത് എ നൈഫ്. എന്തുകൊണ്ടാണ്, കത്തി കൊണ്ട് അവള് വെജിറ്റബിൾസ് കട്ട് ചെയ്തു. ഓക്കെ, ഷീ ഓപ്പൺ ദ ഡോർ വിത്ത് എ കീ. കീ ഉപയോഗിച്ചിട്ട് അവൾ എന്ത് ചെയ്തു, ഡോർ ഓപ്പൺ ചെയ്തു. ഓക്കെ, കൊണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. ഹി കിൽഡ് ദ സ്നേക്ക് വിത്ത് എ സ്നേക്ക്. എന്തുകൊണ്ടാണ്, ഒരു വടി കൊണ്ട് വിത്ത് കൊണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഹി കിൽഡ് ദ സ്നേക്ക് വിത്ത് എ സ്നേക്ക്. ഒരു വടി കൊണ്ടാണ് എന്ത് ചെയ്തത്, അവൻ പാമ്പിനെ കൊന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ വിത്തിന് ഈ ഒരു അർത്ഥത്തിലായിരിക്കും പൊതുവെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എന്താണ് വിത്തിന്, വിത്ത് മീൻസ് കൊണ്ട് കേട്ടോ. അതുകൊണ്ട്, ഇതുകൊണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ദെൻ ടു സ്റ്റേ ഇൻ ദ കമ്പനി ഓർ പ്രസൻസ് ഓഫ്. എന്താണ്, നമ്മൾ മറ്റൊരാളുടെ കൂടെയാണ് എന്ന് പറയാൻ. എന്താണ്, നമ്മൾ മറ്റൊരാളുടെ കൂടെയാണ് എന്നൊക്കെ പറയാനാണ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് ക്ലിയർ ആവാം. വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് കേട്ടോ, എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. ഷീ ലിവ്സ് വിത്ത് ഹർ പാരന്റ്സ്. അവൾ ആരുടെ കൂടെയാണ്, അവരുടെ പാരന്റ്സിന്റെ കൂടെയാണ് അവൾ ജീവിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ, കൂടെയാണ് അവൾ ജീവിക്കുന്നത്. ഓക്കെ, ഷീ കെയിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ ആരുടെ കൂടെയാണ് വന്നത്, വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നത് കേട്ടോ. ഐ പ്ലേ വിത്ത് മൈ ന്യൂ ഫ്രണ്ട്സ്. അവന്റെ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെയാണ് എന്ത് ചെയ്തത്, കളിച്ചത്. ഇവിടെ ഒരു ഇന്ത്യ എന്നൊരു മീനിങ് ആട്ടോ വരുന്നത്. ഓക്കെ, ദെൻ ഐ പ്ലേ വിത്ത് മൈ ന്യൂ ടോയ്. അതുപോലെ ഇവിടെ ആളുകളെ മാത്രമല്ല കേട്ടോ, വസ്തുക്കളുടെ കൂടെയും വസ്തുവിന്റെ കൂടെയും എന്നൊക്കെ പറയാൻ എന്ത് യൂസ് ചെയ്യാം, വിത്ത് യൂസ് ചെയ്യാം. നോക്കൂ, ഐ പ്ലേ വിത്ത് മൈ ന്യൂ ടോയ്. അവന്റെ പുതിയ ടോയ് വെച്ചിട്ട് എന്ത് ചെയ്തു, അവൻ പ്ലേ ചെയ്തു കേട്ടോ, കളിച്ചു. ഐ ഓർഡേർഡ് എ സ്നാക്ക് വിത്ത് ടീ. ടീയുടെ കൂടെ എന്ത് ചെയ്തു, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, കൂടെ കേട്ടോ. ഐ ഓർഡേർഡ് എ സ്നാക്ക് വിത്ത് ടീ. ടീയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്നാക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ആ മീനിങ്, ആ ഒരു സെന്റൻസ് നോക്കുമ്പോൾ തന്നെയാണ് ആ വിത്തിന്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, then we use with to mean having or possessive. Okay, having or possessive. ഒരു വ്യക്തിക്കുണ്ട് എന്ന് പറയാൻ, അതുള്ള ഒരു വ്യക്തി എന്ന് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. നോക്കാം. He saw a man with blue eyes. അവൻ ആരെ കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു. എന്ത്, ബ്ലൂ ഐസില്, നീല കണ്ണുകളുള്ള. ഓക്കെ, കറക്റ്റ് ആണ് അവിടെ മീനിങ് വരുന്നത്. നോക്ക്, ഇവിടെ നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന്. He saw a man with blue eyes. അവൻ കണ്ടു, he saw a man with blue eyes. നീല കണ്ണുകളുള്ള ഒരാളെ അവൻ എന്ത് ചെയ്തു, കണ്ടു. ഓക്കെ, അപ്പൊ ഉള്ള ആ വ്യക്തിക്ക് അത് ഉള്ള എന്ന് പറയാനാണ് കേട്ടോ യൂസ് ചെയ്തത്, ഹാവ് ആണ്. ഇറ്റ് ഈസ് എ ഹോട്ടൽ വിത്ത് ദ ബിഗ് ഗേറ്റ്. ബിഗ് ഗേറ്റ് ഉള്ള ഹോട്ടലാണ് അത്. ഓക്കെ, ഇറ്റ്സ് എ ഹോട്ടൽ വിത്ത് ബിഗ് ഗേറ്റ്, അത് ഉള്ള. ഓക്കെ അല്ലേ. ദെൻ ഇറ്റ്സ് എ ഹൗസ് വിത്ത് എ ബിഗ് ഗാർഡൻ. ഇറ്റ്സ് എ ഹൗസ് വിത്ത് എ ബിഗ് ഗാർഡൻ. അതൊരു ബിഗ് ഗാർഡൻ ഉള്ള എന്താണ്, ഹൗസ് ആണ്. ഓക്കെ, ദെൻ ഹി വാക്ക് വിത്ത് ഹെവി ഹെഡ് ഏക്ക്. അവന് എങ്ങനെയാണ് എണീറ്റത്, എന്തുമായിട്ടാണ് അവൻ എണീറ്റത്, അടിപൊളി ഒരു ഹെഡ് ഏക്കും ആയിട്ടാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, എണീറ്റിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് മക്കളെ, പോസസീവ് ആണ്. ഒരു വ്യക്തിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഹാവിങ് ആണ് അല്ലെ, ഉണ്ട്, ആ വ്യക്തിക്ക് ഉണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ഇവിടെ ഹാവ് വിത്ത് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വിത്തിന്റെ 3 യൂസുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും യൂസുകളെ ഈ വിത്തിനൊക്കെ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. മറ്റുപോലെ ഇന്നും ഓണും മറ്റും പോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു പഠന രീതി ഇതിന് വേണമെന്നില്ല കേട്ടോ. വളരെ ഷോർട്ടാക്കിയിട്ട് ചെയ്ത് അതിന്റെ യൂസ് ചെയ്ത് ആ ഒരു എക്സാമ്പിൾ അതേ വരാറുള്ളൂ കേട്ടോ. പൊതുവെ നമ്മൾ എക്സാമിലാണെങ്കിലും മറ്റു ബുക്കുകളാണെങ്കിലും ഒക്കെ ആ ഒരു യൂസുകളെ വരാറുള്ളൂ. നമുക്ക് നോക്കാം. ദെൻ അനദർ വൺ, യൂസ് ഓഫ് ഫോർ. എന്താണ് ഫോർ അല്ലെ, ഫോർ
നോക്കാം. 4 is used to indicate the duration of an activity. ഇത് നമ്മൾ എപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ? ടെൻസ് പഠിച്ചു. നിങ്ങൾ ടെൻസ് പഠിച്ചപ്പോ ഫോറും സിൻസും പഠിച്ചിട്ടില്ലായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രസന്റ് ടെൻസ് ഒക്കെ പഠിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫോറും സിൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫോറിന്റെ യൂസ് ആണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്തു തീർക്കാനുള്ള കാലയളവ് അല്ലെ? നോക്കാം. ഷി ഹാസ് ബീൻ ഇൽ ഫോർ 3 days. 3 days ആയിട്ട് അവൾ എന്തായിരുന്നു? അവൾക്ക് എന്തെന്നെയായിരുന്നു 3 days ആയിട്ട്? അവൾക്ക് പനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു 3 days ആയിട്ട്. ഷി ഹാസ് ബീൻ ഔട്ട് ഫോർ 2 years. 2 years ആയിട്ട്, 2 വർഷത്തോളമായിട്ട് എവിടെയായിരുന്നു? പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. Then they have been playing for the last 2 hours. Last 2 hours ആ ഡ്യൂറേഷൻ ആണ്, ആ കളിയുടെ ടൈം ആണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് 2 hours ആയിട്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ? കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, then I have been waiting here since 6 o'clock. ഓക്കെ, എന്താണ്? I have been waiting here since അല്ല കേട്ടോ മക്കളെ, ഹിയർ സിൻസിന് പകരം 4 ആണ്. 4 6 o'clock. ഓക്കെ, എന്താണ്? 4 ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ആ ഒരു പീരീഡ് ആണ്. എത്ര ടൈമാണ്, എത്ര സമയത്തോളം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ പീരീഡ് ആണ്. ഓക്കെ, then I have lived here for 5 years. എത്രത്തോളം ഡ്യൂറേഷൻ ആണ് അല്ലെ? ഇവിടെ എത്ര വർഷത്തോളമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്? for 5 years. സോ നമ്മൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ? ഇത് എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then ഫോർ ദ പർപ്പസ്. ഓക്കെ, എന്താണ്? പർപ്പസ്, അതിന് വേണ്ടി എന്നൊരർത്ഥം. ഈ പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ ഫോറിന് ഇവിടെ വേണ്ടി എന്ന അർത്ഥമുണ്ട്. പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറ് ഇതിലാട്ടോ. നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് എപ്പോഴും ആവശ്യമില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഏറ്റവും ഈ ഫോർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ പർപ്പസിലാണ്. എന്താണ്? വേണ്ടി. ഓക്കെ, ഈ പർപ്പസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനുള്ളത് കേട്ടോ. നോക്കാം. ഗാന്ധിജി സ്ട്രഗിൾഡ് ഫോർ ഫ്രീഡം. ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ സ്ട്രഗിൾ ചെയ്തത്? ഫ്രീഡത്തിന് വേണ്ടി, ആ പർപ്പസിന് വേണ്ടി. ഫ്രീഡം എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത് മക്കളെ? സ്ട്രഗിൾ ചെയ്തത്. എന്താണ്? ഫോർ വേണ്ടി. നെവർ ടെൽ എ ലൈ എവർ ഫോർ എ ജോക്ക്. ഒരു ചെറിയ തമാശക്ക് വേണ്ടിയിട്ട് പോലും, വേണ്ടി, തമാശക്ക് വേണ്ടി, ഫോർ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. ഓക്കെ, then teeth are used for chewing the food. teeth are used for, എന്തിനു വേണ്ടിയിട്ടാണ് പല്ല് യൂസ് ചെയ്യുന്നത് മക്കളെ? chewing the food, ഫുഡ് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, do you go home for lunch? do you go home for lunch? ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുന്നുണ്ടോന്ന്. ഓക്കെ, സോ വേണ്ടി, ഇതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഈ പർപ്പസ് തന്നെയായിരിക്കും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്നും അധികം യൂസിൽ വരുന്നില്ല, അത് അറിഞ്ഞിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ വരിക ഈ ഒരു പർപ്പസ് ആണ്. എന്തിനെങ്കിലും ഒന്ന് വേണ്ടി. ഓക്കെ, ഞാൻ അതിനു വേണ്ടി പോവുകയാണ്. ഓക്കെ, ഞാൻ അതിനു വേണ്ടി പോവുകയാണ്. ഓക്കെ, ഞാൻ അതിനു വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ വേണ്ടി എന്ന് പറയാനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, then we use for to show who is intended to have. who is intended to have. ഇതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ. ഓക്കെ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ വ്യക്തിക്ക് വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, നമുക്ക് കറക്റ്റ് എക്സാമ്പിൾ നോക്കാം. ദിസ് സ്വീറ്റ് ഈസ് ഫോർ യു. ക്ലിയർ ആയല്ലോ? ഒരൊറ്റ എക്സാമ്പിളോട് കൂടി ക്ലിയർ ആയല്ലോ. ദിസ് സ്വീറ്റ് ഈസ് ഫോർ യു. ഈ മധുരം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ സ്വീറ്റ് നിനക്ക് വേണ്ടിയാണ്. എന്താണ് മക്കളെ മീനിങ് വരുന്നത്? ആ സെയിം വേണ്ടി തന്നെയല്ലേ? വേണ്ടി. ഓക്കെ, ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ഈ ലെറ്റർ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് നിനക്കുള്ള ലെറ്റർ ആണ്, നിനക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ്. ദീസ് സീഡ്സ് ആർ റിസർവ്ഡ് ഫോർ യു. ഈ സീഡ്സ് എന്ത് ചെയ്തിട്ടുള്ളതാണ്? ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. ഈ ബുക്ക് ആർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ് മക്കളെ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ് കേട്ടോ. ദിസ് ടൂൾ ഈസ് ഫോർ പ്ലഫിംഗ് സോയിൽ. പ്ലഫ് ചെയ്യാനാട്ടോ, മണ്ണ് പ്ലഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ടി, മറക്കരുത്. ഓക്കെ,
Then this machine is for washing dress, washing clothes. അല്ലെ, ഈ മെഷീൻ എന്ത് വേണ്ടിയിട്ടുള്ളതാണ്? ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സെയിം അർത്ഥം തന്നെ അല്ലെ, വേണ്ടി എന്ന് പറയുന്ന ആ ഒരൊറ്റ മീനിങ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? Then necessity. ഓക്കെ, ഇത് പിന്നെ പൊതുവെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നെസസിറ്റികൾക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. എക്സസൈസ് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. മീനിങ് വരെ വേണ്ടി തന്നെയാണ്, പക്ഷെ ആ ഒരു നെസസിറ്റി ആണെന്ന് മാത്രം പറയാം. ഓക്കെ, എയർ ഈസ് നെസസറി ഫോർ ബ്രീത്തിങ്. വായു നമുക്ക് എന്ത് വേണം? വായു ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? നമ്മളൊക്കെ അങ്ങ് തീർന്നു അല്ലെ. അപ്പൊ വായു എന്താണ് മക്കളെ? എയർ ഈസ് നെസസറി ഫോർ ബ്രീത്തിങ് ആണ് കേട്ടോ, ബ്രീത്തിങ്ങിന് നെസസറി ആണ്. They stored food for winter. വിന്ററിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്ത് വെക്കും? വിന്റർ സീസണിന് വേണ്ടിയിട്ട് അവര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാം വേണ്ടി എന്ന് പറയുന്ന മീനിങ് മാത്രമേ ഉള്ളൂ ഫോറിന് വന്നിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വേറെ വേറെ യൂസുകൾ പറഞ്ഞെങ്കിലും മീനിങ് വരുന്നത് വേണ്ടി എന്ന് പറയുന്ന ഒരു ഒറ്റ മലയാളം വേർഡ് മാത്രമാണ് അല്ലെ. സോ ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ മക്കളെ നോക്കിയത്? വിത്ത് അല്ലെ, കൊണ്ട്, അത് കൊണ്ട് എന്ന് പറയാം അല്ലെ. ഞാൻ ആ വസ്തു കൊണ്ട് അത് ചെയ്തു എന്ന് പറയാനും ഫോർ വേണ്ടി എന്ന് പറയാനും. രണ്ടും വളരെ സിമ്പിൾ ആണ്. രണ്ടിനും ഒന്നോ രണ്ടോ യൂസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം മക്കളെ? ഷോർട്ട് നോട്ട് ചെയ്താ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് മറ്റു കുറച്ച് കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.